ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകടക്കെണിയൊരുക്കി കവളങ്ങാട് ടോൾ പ്ലാസ നിർമ്മാണമെന്ന് നാട്ടുകാർ. കോതമംഗലത്തിലും ഊന്നുകല്ലിനും ഇടയിൽ കവളങ്ങാട് നടന്നുവരുന്ന അശാസ്ത്രീയ ടോൾ പ്ലാസ നിർമ്മാണം അപകടങ്ങൾക്ക് കാരണമാകുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന കൊച്ചി ധനുഷ്കോടി ടോൾ പ്ലാസയിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ട്രാക്കിന് വീതിയില്ലാതെ നിർമ്മിച്ചതുമൂലമാണ് അപകടം തുടർക്കഥയാകുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ അടിമാലിയിൽ നിന്നും പെരിയാമ്പൂർക്ക് പോകുകയായിരുന്ന തടിലോറി അപകടത്തിൽപ്പെട്ടു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാരും യാത്രക്കാരും പറയുന്നു. അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന് ആവശ്യം ശക്തമാണ്. ഞാൻ അടിമാലിയിൽ നിന്ന് പെരുമ്പാവൂർ ലോഡ് വണ്ടി ഡ്രൈവറാണ്. ഈ വണ്ടിയിൽ ഒരു രീതിയിലും വണ്ടിയുടെ പാസ്സാവാത്ത രീതിയാണ് ഒരു പണിത് വെച്ചിരിക്കുന്നത്. കാരണം ഈ ആംഗ്ലേർ പുറത്തേക്ക് ഇറക്കി പണിത് വെച്ചാണ് വണ്ടി തടിവണ്ടിയാണ്, ഒരു രീതിയും പാസ്സാവില്ല. ബാക്കി എല്ലാ ട്രാക്കുകളും ഇവർ വേബ്രിഡ്ജ് പിടിപ്പിക്കാൻ വേണ്ടി ബാക്കി എല്ലാ ട്രാക്കുകളും ബ്ലോക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിൽ കൂടെ പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി എന്നുള്ള മറക്കണമുക്കി ന്യായങ്ങളാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടി ടയർ അടക്കം ഒരു ടയർ പൊട്ടി പറിച്ച് പറഞ്ഞ് അട്ടിയും തള്ളിപ്പോയി. ഇതിപ്പോൾ ഇവർ ഒരു രീതിയും വണ്ടി പാസ്സാവില്ലാത്ത രീതിയാണ് പണിത് വെച്ചിരിക്കുന്നത്. ഈ സംഭവിച്ചതിൽ എനിക്ക് വലിയ നഷ്ടം സംഭവിച്ചു. എൻ്റെ ടയർ പറിച്ചടക്കാൻ അട്ടി തള്ളിയ വലിയ നഷ്ടം. ഇത് ഒരു വണ്ടിയല്ല, പല വണ്ടികളിൽ തട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം KSRTC ബസ് വരെ തട്ടിയെന്ന് പറയേണ്ട. ഒരു ബസ്സിൻ്റെ വീതി പോലും വെച്ച് പണിയായിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ നടത്തേക്കണ ഒരു രീതിയിലും വണ്ടി പാസ്സാവാവുന്ന രീതിയിൽ ഇത് ആര് കണക്കെടുത്ത് എഞ്ചിനീയർ നടത്തുകയാണെങ്കിലും ഒരു രീതി ഒരു വണ്ടി പാസ്സാവാത്ത രീതിയിൽ അശാസ്ത്രീയമായാണ് റോഡ് പണിതിരിക്കുന്നത്. 100% ഒരു രീതിയും വണ്ടി പാസ്സാവില്ല. ഇപ്പോൾ എനിക്ക് വന്ന നഷ്ടം ഭയങ്കരമായ നഷ്ടമാണ്. ഇനിയിപ്പോൾ ലോഡ് ഇറക്കുക, മറച്ച് കയറ്റുക, ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരെ വിളിച്ച് കഴിയുമ്പോൾ അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.